നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ്, ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ, ഗ്രാനൈറ്റുകൾ, സാനിറ്ററി വയർ, ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ്. ലക്ഷറി ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ. അമ്പലപ്പടി, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ജില്ലയിൽ 6000-നടുത്ത ആളുകളിലേക്ക് മഞ്ഞപ്പിത്ത വ്യാപനം ഉണ്ടായതായും വള്ളിക്കുന്നിലും അത്താണിക്കലിലുമാണ് രോഗവ്യാപനമുണ്ടായിട്ടുള്ളത് എന്നും DMO ആർ രേണുക. നേരത്തെ പോത്തുകല്ലിൽ വ്യാപനമുണ്ടായപ്പോൾ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ കാരണം കേസുകൾ കുറഞ്ഞു വന്നിരുന്നുവെന്നും നിലവിൽ ആർക്കും ഗുരുതരമായ രോഗാവസ്ഥ ഇല്ല എന്നും അവർ മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഏകദേശം 6000-നടുത്ത് മഞ്ഞപ്പിത്തവും അതേപോലെ തന്നെ കൺഫേംഡ് ആയിട്ട് 1400-നടുത്ത് ഹെപ്പറ്റൈറ്റിസ് കൺഫേംഡ് കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേജറായിട്ട് നമുക്ക് 3 ഔട്ട് ബ്രേക്കുകൾ വന്നതിൽ നിന്നാണ് ഇപ്പോൾ ഇത്രയും കേസുകൾ വരാനുള്ള കാരണം. ഒന്ന് നിങ്ങൾക്കറിയാവുന്ന പോലെ അത്താണിക്കല, ഒന്ന് പെരുവള്ളൂർ ഒരു ഔട്ട് ബ്രേക്ക്. ഇത് ആണ് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് കൂടുതൽ കേസുകൾ ഉണ്ടാകേണ്ട കാര്യം. ഇതിൽ നമുക്കറിയാം, പോത്തുകല്ല് നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട് ബ്രേക്ക് നടന്ന സമയത്ത് നമ്മൾ ജില്ലയിൽ മൊത്തമായിട്ട് നമ്മൾ കൊടുത്ത കുറേ അവയർനെസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ജൂൺ 2ാമത്തെ ആഴ്ച നമുക്ക് കേസുകൾ വളരെ നല്ലപോലെ കുറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് നമുക്ക് ഈ 3 മേജർ ഔട്ട് ബ്രേക്കുകൾ ഉണ്ടായിട്ടുള്ളത്. അതിലാണ് നമുക്ക് ഏകദേശം 400-നടുത്ത കേസുകൾ ഓരോ ഔട്ട് ബ്രേക്കിനും ഉണ്ടാകുകയും ഇത് നമുക്ക് ഈ ലാസ്റ്റ് 2 വീക്കിൽ നമുക്ക് കേസുകൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ ഇതിൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസിൻ്റെ ഡെത്ത് നടന്നത് നമുക്ക് പോത്തുകല്ല് ഔട്ട് ബ്രേക്കിലായിരുന്നു നമുക്ക് കൂടുതലുണ്ടായിരുന്നത്. ഈ ഔട്ട് ബ്രേക്കുകളൊന്നും നമുക്ക് ഡെത്ത് വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഡെത്ത് നമുക്ക് ഇത് സംശയാസ്പദമായ ഇതെന്നേ പറയാൻ കഴിയുള്ളൂ. പക്ഷേ അത് നമ്മളുടെ ഇതിൽ നോക്കിയതിന് ശേഷം വളരെ ഷോർട്ട് പീരീഡിൽ 3 ദിവസത്തിനുള്ളിൽ ഡെത്തായ ഒരു ഇതാണ് കണ്ടേക്കുന്നത്. അത് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ആണെന്ന് നമുക്ക് ഒരു അനുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ കൂടുതൽ പരിശോധനകൾ കാര്യങ്ങളും അത് ചികിത്സ ഡോക്ടർമാരോടും കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സസ്പെക്റ്റഡ് എന്ന് തൽക്കാലം പറയാം എന്ന് മാത്രമേ ഉള്ളൂ. അത് ഹെപ്പറ്റൈറ്റിസ് ഡെത്തായിട്ട് നമുക്ക് കണക്കിലെടുക്കാനായിട്ട് കഴിയുന്നതല്ല. പിന്നെ ഉള്ളത് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ പറഞ്ഞേക്കുന്ന ഒരു കാര്യം, സ്കൂളുകളിലൊന്നും നമ്മൾ തണുത്ത ഭക്ഷണം കൊടുക്കരുത്, പ്രത്യേകിച്ച് സാലഡ് പോലുള്ള കാര്യങ്ങളൊന്നും കൊടുക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് മുഖേന സ്കൂളുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ LSCകൾക്ക് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ കല്യാണം അതുപോലെ ഫംഗ്ഷനുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് രോഗബാധിതരായിട്ടുള്ള ആളുകൾ അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചടങ്ങിലേക്ക് പങ്കെടുക്കരുതെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ 3 ആഴ്ചയോളം. കാരണം രോഗം ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവർ രോഗലക്ഷണം കാണിക്കാൻ തന്നെ 2 ആഴ്ചയോളം എടുക്കും. ആ ഒരു പീരീഡിൽ അവർക്ക് അസുഖം പറ്റാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അസുഖം മാറി ഇതാകുന്നുണ്ടെങ്കിൽ ഒരു മിനിമം 3 ആഴ്ച എടുക്കും. ഈ സമയങ്ങളിൽ അവർ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുകയും അവർ ഇതുപോലെ ഫംഗ്ഷനിലോ കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അസുഖം വരാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. ഈ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ വളരെ നല്ല രീതിയിൽ ICയും കാര്യങ്ങളും അവിടെ സർവൈലൻസും എല്ലാം ഊർജ്ജപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡറി കേസുകൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അവിടെ മൈക്ക് പബ്ലിസിറ്റിയും കാര്യങ്ങളും എല്ലാം, അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓരോ ഗ്രാമപഞ്ചായത്തുകളും ജനപ്രതിനിധികളൊക്കെ വളരെ നല്ല രീതിയിൽ ഇടപെടുകയും അത് അവർക്ക് ജനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു കൂട്ടായ പ്രയത്നം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള ഔട്ട് ബ്രേക്കുകൾ നമുക്ക് തടയാനായിട്ട് കഴിയുന്നത്. അതിനു വേണ്ടിയുള്ള ശ്രമമാണ് നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇല്ല, ഗുരുതരമായ അവസ്ഥയിലേക്ക് ആരുമില്ല. പക്ഷേ നമ്മൾ ഗർഭിണികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് നേരത്തെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ പറയും. കാരണം അങ്ങനെയുള്ള ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഇന്നലെ ഒരു ലേഡി ഗർഭിണിയായ സ്ത്രീക്ക് പനിയുണ്ടെന്ന് പറഞ്ഞു, മഞ്ഞപ്പിത്തമെന്ന് പറഞ്ഞിട്ടില്ല, പനിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരോട് നേരത്തെ പോയി കാണിക്കാനുള്ള കാര്യങ്ങളെല്ലാം നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തോ ഷിഗല്ല റിപ്പോർട്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം, കഴിഞ്ഞ ഞായറാഴ്ച, ഇന്നലെയല്ല അതിന് മുമ്പുള്ള ഞായറാഴ്ച ഒരു സ്കൂളിൽ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു, ഭക്ഷ്യവിഷബാധ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും എല്ലാവരും വളരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ആ കുട്ടികളെല്ലാം ഹോസ്പിറ്റലൈസ് ചെയ്തു. 148ഓളം കുട്ടികളെ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്തു. കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലാണ്. അതിൽ 27ഓളം കുട്ടികളാണ് സിംറ്റമായിട്ട് വന്നിരുന്നത്. അവരെല്ലാം നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്ത് കൃത്യമായ ചികിത്സയും കാര്യങ്ങളും എല്ലാം കൊടുത്തു. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds.